guys, welcome back to another video of Hardcore Gamer. ഇന്ന് നമ്മൾ ടോപ്പ് 5 ഗെയിംസ് FC മൊബൈൽ നമ്മുടെ മൊബൈലിനകത്ത് കളിക്കാൻ പറ്റിയ 5 ഗെയിംസിനെ പറ്റി ചെക്കൗട്ട് ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ആദ്യമായിട്ട് ഫിഫ്ത്തായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഗെയിമാണ് സോക്കർ സ്റ്റാർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വലുതായിട്ട് ഇതൊന്നുമില്ല. നമ്മുടെ ഈ ലക്കി ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾക്ക് ഞങ്ങൾക്ക് ഷോട്ട് എടുക്കാം. ഇപ്പം മിൻറ്റ് വരും, അപ്പം അത് നമ്മൾ ഗസ് ചെയ്തിട്ടാണ് അറിയുക. ഇപ്പം ഞാൻ ഇത് കൂളാണ് ഗസ് ചെയ്തത്, അതുകൊണ്ട് അത് വെളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഡെയിലി ഓരോ ചാൻസാണ് കിട്ടുന്നത്. നമുക്കല്ലാത്ത കോയിൻസ് കളക്ട് ചെയ്ത് ചെയ്യാം. പിന്നെ ബാഗ്സുകൾ ഗിഫ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ഈ 5 tier ഒക്കെ വരും. 5ാമത് tier റെക്കമെൻഡ് ചെയ്ത ഗെയിം ഇത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൺട്രോളൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ ഒരു മാച്ച് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ മാച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. വലിയ ഗ്രാഫിക്സ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യമുള്ളൊരു ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ആദ്യത്തെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഓരോരോ കോയിൻ കളക്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് കളിക്കാൻ പറ്റുന്നതും. ഓക്കെ, ജസ്റ്റ് ഇത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വലുതായിട്ടൊന്നുമില്ല. നമുക്കിത് കണക്ക് ഓരോ സ്കില്ല് ചിലപ്പം കിട്ടും. അത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി. അത് ലക്കുണ്ടെങ്കിൽ അത് കയറും. അല്ലാതെ ഓപ്പോസിറ്റ് ടീം നിൽക്കുന്ന ആൾ കറക്റ്റായിട്ട് ഗസ് ചെയ്യുവാണെങ്കിൽ അത് സേവ് ആവും. അത്രയേ ഉള്ളൂ. പിന്നെ ഗ്രാഫിക്സും ക്വാളിറ്റിയും ഒക്കെ നമ്മൾ നോക്കുമ്പം കുറേകൾ അവരിത്തിരി അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാഗ് ഒക്കെ അനങ്ങും ഒക്കെ ചെയ്യുന്ന കാണാം. ആൾക്കാരനങ്ങും. ഓക്കെ, ഇപ്പോൾ എൻ്റെ സേവ് ചെയ്തിട്ടുണ്ട് ഇവൻ. ഓക്കെ, ഞാനും അപ്പോൾ സേവ് ചെയ്തു. നേരത്തത് 1 അടിച്ചിട്ടാണ് അവൻ എൻ്റെ സേവ് ചെയ്തത്. ഞാൻ ഇപ്പോൾ 2 സേവ് ചെയ്തു. ഓക്കെ, അപ്പം മനസ്സിലായോ? ഇപ്പം എല്ലാത്തിലും ഒന്നും ഈ വോള് കണക്കത്തെ ഇതില്ല, ചിലതിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ഓക്കെ അടുത്ത ഗെയിം നോക്കാം. ഓക്കെ, അടുത്ത ഗെയിമാണ് ഹെഡ് ബോൾ 2 എന്ന് പറയുന്ന ഗെയിം. ഇത് അത്യാവശ്യം ഇത്രയും കൂടി ക്വാളിറ്റി ഉണ്ട്. കാര്യം നമുക്ക് ഇത് ഹാലൻഡിനെയൊക്കെ ആണ് സ്കിന്നൊക്കെ ആയിട്ട് കിട്ടുന്നത്. ഹാലൻഡ്, ഇപ്പം ഞാൻ കാണിച്ചതിന് ക്യാരക്ടേഴ്സ് ഹാലൻഡ്, വിനീഷ്യസ് ജൂനിയറാണിത്. പിന്നെ മുഹമ്മദ് സല, അങ്ങനെ പല പല ക്യാരക്ടേഴ്സും ഉണ്ട്. അതിൽ ഓരോ കാർഡുകളുണ്ട്. അത് നമ്മൾ റിസീവ് ചെയ്യുമ്പോഴായിരിക്കും ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാച്ച് ഞാൻ കളിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പം. ഓക്കെ, അപ്പം നിങ്ങൾ മറക്കല് വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. ആ ബെൽ ബട്ടനും കൂടെ അടിച്ചു പൊട്ടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് കണ്ട ഇതാണ്. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെ ഒരു ആരോ ആണെങ്കിൽ നമ്മളേതാണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, ജസ്റ്റ് ഇത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ എളുപ്പമാണ്. 2 മാച്ച് കളിക്കുമ്പോഴേ ഫുൾ കൺട്രോൾസൊക്കെ ഒന്ന് പഠിക്കും. പിന്നെ ഇത് കണക്കത്തെ സ്കിൽ മൂവ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൻ്റെ ഗോള് വലുതാക്കുക, നമുക്ക് വലുതാക്കുക. പിന്നെ ഇത് കണക്ക് ഫ്രോസൺ ആക്കുക. ഓക്കെ, പിന്നെ ഇത് കണക്ക് മിസ്റ്റേക്സ് വരും. അത് നമ്മൾ കുറേ കളിച്ചരിയുമ്പം മാറിക്കോളും. പിന്നെ ഇത് കണക്ക് ഇമോട്ട് ഇടുക. ഇപ്പം എനിക്ക് ഏതാ കളിയാക്കുന്ന കണക്ക് ഇട്ടത് കണക്ക്. പിന്നെ മാക്സിമം ഈ മിനിറ്റ്സിനുള്ളിൽ എത്ര ഗോൾ അടിക്കുന്നതെന്നാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കണക്ക് മിസ്റ്റേക്സ് വരും. നേരം ഇത് കണക്ക് ഇതും വരും, നമുക്ക് തിരിച്ചിടാം. ഓക്കെ, ഇത് കണക്ക് നമ്മൾ ഗോൾ അടിക്കാൻ നോക്കും. ഈസിയാണ്. ഇപ്പം നമുക്ക് ആ ആരോസ് 2 നിൽക്കുമ്പം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കും. പിന്നെ നേരെ അടിക്കാനുണ്ട്, ജമ്പ് ചെയ്യാനുണ്ട്, അല്ലാതെ പൊക്കി അടിക്കാനുണ്ട്. ഓക്കെ, ഇതാണ് പൊക്കി അടിക്കാനുള്ളത്. ഇപ്പം അങ്ങ് അറ്റത്തുള്ളത് നിൽക്കുമ്പോൾ ഇതാവും. ഓക്കെ, അപ്പം ഇതെല്ലാം മനസ്സിലായെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ അടിച്ചുകൊണ്ട് ജയിക്കാൻ നോക്കുക. അതാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പം നമുക്ക് 3ാമത്തെ ഗെയിം ഏതാണെന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ 3ാമത്തെ ഗെയിം. ഓക്കെ, 3ാമതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് സോക്കർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഗെയിം. അതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടമുള്ള ടീമിൽ കളിക്കാം, ഇഷ്ടമുള്ള നാഷണൽ ടീമിന് വേണ്ടി കളിക്കാം. ആദ്യമേ സമയത്ത് നമുക്ക് ഇത്തിരി ഒരു ഇത് കാണും. പിന്നെ കളിച്ച് ഇഷ്ടമുള്ള ടീമുകളിൽ നിന്ന് ഓഫേഴ്സ് വരും. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരാണ് കൊടുത്തത്, ഹാർഡ്കോർ ഗെയിമർ. ഇപ്പം എൻ്റെ നമ്പർ 17 ക്ലബ്ബ് മാഡ്രിഡിന് വേണ്ടിയാണ് കളിക്കുന്നത്. നാഷണൽ ടീം ഇന്ത്യ. 100 ഗോളുകളുണ്ട്, 221 സ്റ്റാർസും 17 അസിസ്റ്റും ഉണ്ട്.
ഓക്കെ, അപ്പം ബാഴ്സലോണയ്ക്ക് ഏത് റയൽ മാഡ്രിഡിൻ്റെ ഒരു മാച്ച് ഞാൻ കളിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാ നമുക്ക് കളിക്കാം. ഓക്കെ, നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇത് പിന്നെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി അങ്ങോട്ട് പന്ത് പോകണമെന്ന്. ഇപ്പം എൻ്റെ പന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ കർവ് അടിക്കാനാണ്. കർവ് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു കർവാണ്. അതാണെങ്കിൽ ഓരോന്ന് എഴുതിക്കാണ്. പവർഫുൾ, ഓസം, ഇമ്പോസിബിൾ, അൺബിലീവബിൾ ഗോൾസ്. ഇപ്പോൾ ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ടീമേറ്റാണ് എടുക്കുന്നത്. അത് നമുക്ക് അടിക്കാനുള്ള അവസരമുണ്ട്. ഇമ്പോസിബിളാണ് ഇപ്പം കാണിച്ചത്, കണ്ടില്ലേ? അപ്പം കളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്പം നമ്മൾ 3-2 ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഇങ്ങനെ ഇത്രയാണ് നമ്മുടെ ഇത്. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ സീസൺ 5 ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് ഗെയിം ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ സെക്കൻഡായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ FC മൊബൈലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫിഫ. ഇതാണ് നമ്മുടെ ബെസ്റ്റായിട്ട് ഞാൻ പറയുന്നത്. ഇത് സെക്കൻഡായത് ഇതിൻ്റെ എന്തോ ക്വാളിറ്റി ആണോ എന്ന് ഇത്തിരി തെറ്റ് വരും ഗൈസ്, ക്ഷമിക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഇത് നമുക്ക് ഇഷ്ടമുള്ള ടീം ഉണ്ടാക്കണം. നമുക്ക് ക്വിസുകൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ക്വിസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള പ്ലെയേഴ്സിനെ ഇട്ടൊരു ടീം ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പം ചെറിയൊരു ലാഗ് വരും, അതെല്ലാവർക്കും വരുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ മൊബൈലിലായതുകൊണ്ട്. അപ്പം നമുക്കതൊന്ന് മാറ്റിയിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലബ്ബൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബ്ലാസ്റ്റേഴ്സാണ് എൻ്റെ ടീമായിട്ടിട്ടാണ്. ടീമിനകത്ത് നമ്മുടെ ലൂണയും നോഹയും സച്ചിനും ഒക്കെ ഉള്ള, ഇപ്പം എന്തോ രാഹുൽ കെപിയും പെപ്രയും പണ്ഡിതയും ഡാനിഷ് ഫറൂഖും ഒക്കെയാണുള്ളത്. അല്ലാതെ നമുക്ക് വേറെ ടീമുകളുണ്ട്, ഇടാക്കും. അതാണെങ്കിൽ ഞാൻ ഇപ്പം മെയിൻലി എടുക്കാറുള്ള ടീമാണ് ബാലൻഡോർ. അതായത് ബാലൻഡോർ പ്ലേയേഴ്സ് മാത്രമേ ഇടത്തുള്ളൂ. ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഇപ്പോൾ എനിക്ക് ബാലൻഡോർ പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ജൂനിയർ അൽവാരസ്, ക്രോയഫ്, സിനഡിൻ സിഡാൻ, റൊണാൾഡീനിയോ, ലോറിസ്, ലെവൻഡോസ്കി, കോമൻ, ഇങ്ങനെയുള്ള പല പ്ലേയേഴ്സിനും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്താ ക്വാളിറ്റി എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിനുള്ളത്. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അത്രയും വെച്ച് നമുക്ക് നോക്കുമ്പം അത്രയും ക്വാളിറ്റി ഇല്ല. പിന്നെ ആദ്യമായിട്ട് കളിക്കുമ്പം നമുക്ക് ഇത്തിരി കൺട്രോൾസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എപ്പോഴും ഈ 82-ൻ്റെ ടീമാണ് ഇടാറ്. കാര്യം ബാക്കിയുള്ളവർ എന്നെ ആദ്യമേ തന്നെ ഒരു ന്യൂവായിട്ട് കാണട്ടെ എന്നാണ് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അതുപോലെ OVR ഒരു കാര്യമില്ല ഗൈസ്. കാര്യം എത്ര നല്ലൊരു കളിക്കാനറിയണം, അതിലേ ഉള്ളൂ കാര്യം. ആണെങ്കിൽ ഒരു 101-ൻ്റെ 104-ൻ്റെ ടീമിന് വരെ ഞാൻ 89 വെച്ച് സമനിലയും ജയിച്ചിട്ടുണ്ട്. ആണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അതായത് ഒരു ചാലഞ്ച്. ഓക്കെ, നമുക്കൊരു മാച്ച് കളിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ കൺട്രോൾ എങ്ങനെയാണെന്ന്. ഓക്കെ, ഒരു ഓൺലൈൻ മാച്ചാണ്. ഓക്കെ, നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബേസിക് ചാലഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ജയിക്കില്ല എന്ന് ഉറപ്പാണ്. വേഴ്സസ് അറ്റാക്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് അവൻ്റെ ടീമാണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് തന്നെ ഉണ്ട്. ഇത് നമ്മുടെ ടീം ജസ്റ്റ് ന്യൂ പ്ലേയേഴ്സ് എന്ന് പറയാം. പക്ഷെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ന്യൂവല്ല തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ ടീമിനനുസരിച്ച് നോക്കുമ്പോൾ അവർ ന്യൂവാണ്. ഓക്കെ, ഇത് കണ്ടോ ഗൈസ്. ഇപ്പോൾ ഇതൊക്കെ ഒരു നല്ല പ്ലേയേഴ്സും ചെയ്യും ഇതേ കണക്കത്തെ ഗോൾ. പിന്നെ അവർക്ക് ഇതാണെങ്കിൽ ബേസിക് ചാലഞ്ചസ് കിട്ടാത്തതുകൊണ്ടാണ്. നല്ല ടീമാണ്, നല്ല ചാലഞ്ചസ് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ അതെന്തായാലും ഞാൻ തോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം വേഴ്സസ് അറ്റാക്ക് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ പോലും അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ടാകും. പിന്നെ ഇതിൻ്റെ കൺട്രോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കളിച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പം നമുക്കത് പ്രാക്ടീസ് ആവും. അതുപോലെ ആദ്യമേ ഒരു പാസിങ് ഡ്രിൽസും ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഇത്തിരി കളിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് വരും, എത്ര നല്ല പ്ലേയേഴ്സ് ആയാലും. പക്ഷേ ഒരു ഇത്തിരി കഴിയുമ്പം അത് റെഡിയാവും. കേസ് ചില മിസ്റ്റേക്സ് ആയതുകൊണ്ട് അത് ക്ഷമിക്കണം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്, പ്ലീസ്. അറിയാമല്ലോ ഇപ്പം ഞാൻ വലിയ ഇതൊന്നുമില്ല, അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ആൾക്കാരെ കൊണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം പ്ലീസ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ മാച്ചൊന്ന് 2-3 വട്ടം കൂടി കളിക്കട്ടെ. ഓക്കെ, നമുക്ക് പെപ്പറയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പെപ്പറയുടെ ഒരു ഷോട്ട് ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ടീമിൽ കാണാം. ഓക്കെ, ഫസ്റ്റ് ഗെയിം ഏതാണ്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം ഇത് കാണുമ്പോഴേ കുറേ ആഗ്രഹം മനസ്സിലേക്ക് കാണും. നമ്മുടെ FC മൊബൈൽ അല്ലെങ്കിൽ FC മൊബൈൽ
യെസ് FC മൊബൈൽ അല്ല, സോറി ഗൈസ്, ഈ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ പെസ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ഡെയിലി മാച്ചാണ് ഞാൻ കളിക്കാം. ഡെയിലി മാച്ച് എന്ന് പറയുമ്പം മാച്ചല്ല, ഗെയിമാണ്. അതൊരു പെനാൽറ്റി ഷൂട്ട് ഔട്ടാണ്. ഇതിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നതിൻ്റെയാണ്. ആനിമയുടെ എന്താണ്ട് അപ്ഡേറ്റാന്ന് തോന്നുന്നു. ഞാൻ പ്രത്യേകിച്ച് ആനിമയൊന്നും കാണാനില്ല. അപ്പോൾ ഇത് കണക്ക് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ കുറേ ക്വിസ്റ്റും ഗെയിംസും ഒക്കെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് കൺട്രോൾസ് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു മാച്ച് കളിക്കാം. അതിന് വേണ്ടി എൻ്റെ ടീമൊന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ടീമിൽ നെയ്മർ ജൂനിയർ, കിലിയൻ എംബാപ്പെ, മെസ്സി, റൊണാൾഡോ, പിന്നെയും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. മറഡോണയൊക്കെ നമ്മുടെ ബെഞ്ചിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തിരി ഒരു പനിയാണ് കൊണ്ട്, അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം എടുക്കുന്നത്. പിന്നെ ഓക്കെ, നമുക്കൊരു PvP കളിക്കാം. അതായത് പ്ലെയർ വേഴ്സസ് പ്ലെയറാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു ഗോൾഡൻ ഗോൾ മാച്ച് കളിക്കാം. ഇതാ മാച്ചിലോട്ട് പോകാം. ഇനി നമുക്കൊരു പ്ലാനെ കിട്ടിയിട്ട് നമുക്ക് ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം 1 മിനിറ്റ് ഗൈസ് വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പ്ലാനെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്രാവശ്യം വന്നതാണ്. ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് കയറുന്നത്. ഇപ്പോൾ ഞാൻ കയറിയപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് വന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് മാച്ചിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടീം. വിനീഷ്യസ് ജൂനിയർ ഒക്കെ നമ്മുടെ ബെഞ്ച് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ടീം ഇതാണ്. ഓക്കെ, അവനും നല്ല ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടി മാച്ച് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും കുറച്ച് നേരം. ഓക്കെ ഗൈസ്, മറക്കല്ല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അവൻ വരട്ടെ. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം FC മൊബൈലിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മാച്ച് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ മൊബൈലിൽ കളിക്കുന്നതുകൊണ്ട് ഇത്തിരി ക്ലാരിറ്റി കുറവ് കാണും. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ റെഡി ആക്കാം ഗൈസ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അറ്റാക്ക് വേണോ ഡിഫെൻസീവ് മൈൻഡ് വേണോ എന്നൊക്കെ തീരുമാനിക്കാം. ഗൈസ്, ഒരു മിസ് പാസ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഗോളി റഷ് ചെയ്യാം. പെനാൽറ്റി വിളിച്ചിട്ടുണ്ട് ഗൈസ് അവിടെ. ഗോൾഡൻ ഗോൾ ആയതുകൊണ്ട് ആദ്യമേ ഗോളടിക്കുന്നത് ജയിക്കും. അപ്പോൾ ഇതിപ്പം പെനാൽറ്റി തടയാൻ നോക്കാം. തടയാൻ ഒക്കുമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. മിക്കവാറും നേരെ അടിക്കാനാണ് ചാൻസ്. ഓക്കെ, ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. സൈഡിലോട്ട് തന്നെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും FC മൊബൈലിൻ്റെ കൺട്രോളിനെ പറ്റി. അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും നമ്മളൊരു 2 മാച്ച് കഴിയുമ്പം തന്നെ എല്ലാം കൺട്രോൾ പഠിക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് സെഷൻസ് ഉണ്ട്. പിന്നെ മാച്ച് കഴിയുമ്പോൾ ഇത് കണക്കത്തെ ഓരോ റിവാർഡ്സ് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോ കാണുമ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഇതാണ് നമ്മുടെ ടോപ്പ് 5 ബെസ്റ്റ് ഗെയിംസ് മൊബൈലിലേക്കുള്ളത്. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ല്. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ ഗൈസ്, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർഡ് കോർ ഗെയിമർ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും ഹാർഡ് കോർ ഗെയിമറിൻ്റെ വലിയ താങ്ക്സ്. പിന്നെ ദിസ് ഈസ് യുവർ ഹാർഡ് കോർ ഗെയിമർ സൈനിങ് ഔട്ട്. പീസ്.